എന്താ സിബി ഭയങ്കര ആലോചനയാണല്ലോ. ഇന്ന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുന്നുള്ള ഒരു ആലോചനയിലാണ്. ട്രാവൽ വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടമാണ്, നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ പുറത്തു പോയി നമ്മുടെ പുതിയതായിട്ടുള്ള ട്രാവൽ വീഡിയോ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് തലപ്പാക്കട്ടി ബിരിയാണി ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക, അതുപോലെ തന്നെ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്തൊക്കെയുള്ള കാഴ്ചകളായിട്ട് നമ്മുടെ ചാനൽ ഇന്നത്തെ വിഷ്വൽ ആരംഭിക്കുന്നത് തലപ്പാക്കട്ടി ബിരിയാണിയുടെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യം എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ബട്ടറാണ്. നമ്മളിപ്പോൾ അത് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളിയാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പുതിനയില, പിന്നെ ഇതൊരു 2 കിലോൻ്റെ ഒരു ചിക്കനാണ്. പിന്നെ നമ്മളെ കുറച്ച് മസാലപ്പൊടികൾ. ഇപ്പോൾ ഇതിൽ നമ്മൾ പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്, ജാതിപത്രി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് മസാല പൊടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അരി നമ്മൾ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ നമുക്ക് ആ അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ടൈം ആവശ്യമുണ്ട്. നമ്മൾ ഈ ബിരിയാണിയുടെ അരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ യാത്രയായിട്ടുണ്ടായിരുന്ന ഊട്ടി ട്രിപ്പിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ജീരകശാലയുടെ അരിയാണ്. അവിടുത്തെ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ അവിടുത്തെ അരി കൊണ്ട് തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു സെർച്ചിലാണ് നമ്മൾ അവിടുന്ന് അരി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അരി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. എങ്കിലും അത് പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ജീരകശാലയുടെ അരി നമ്മൾ അവിടുന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് തിരിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഒക്കെ കത്തിച്ചു. നമ്മൾ ആവശ്യമുള്ള നമ്മുടെ ഈ പാത്രത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇടാൻ പോവാണ്. ചുവന്നുള്ളി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക് മിക്സിയിലിട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ സ്പൈസസും നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ചെറിയ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള മിക്സാണ് നമ്മളിപ്പോൾ ഇനി ചേർക്കുന്നത്. പുറത്ത് നല്ലൊരു മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. അത് കാരണം നമുക്ക് 2 മിനിറ്റ് നമുക്ക് ലോസ് ആയി. അപ്പോൾ ആ സെക്കൻഡിൽ നമ്മൾ നല്ല അടിപൊളി മിൻറ്റ് ടീ ആണ്. മിൻറ്റ് ടീ വേറെ ഒന്നുമില്ല, ചായ തന്നെയാണ്. നല്ല അടിപൊളിയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കട്ടൻ ചായയിൽ നമ്മുടെ മിൻറ്റ് ഇട്ടിട്ട്. പലർക്കും അറിയാം, അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉള്ളിയും നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് ഒരു ചെറിയ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇടാൻ പോണത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അരച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നമ്മൾ ഇടാൻ പോണത്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നതായിരിക്കും. ഇത് നന്നായി മൂത്ത് വരണം. അത്യാവശ്യം നമ്മുടെ അരപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗരം മസാല പൊടികൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടികളെല്ലാം ഇടാണ്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത് ഏകദേശം എല്ലാവരും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. അതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു. അതായത് ചിക്കൻ വേവാനുള്ള വെള്ളമാണ്.
ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ആ വെന്ത് വന്ന ചിക്കനിലേക്ക് നമ്മൾ മല്ലിയില, അതുപോലെ പുതിനയില രണ്ടോട്ടൊക്കെ നമ്മളിങ്ങനെ നന്നായി മിക്സാക്കാണ്. അതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് തൈര് ഒഴിക്കുന്നു. എന്നിട്ട് അത് നമ്മൾ നന്നായി മിക്സാക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ അരി നമ്മൾ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ ഈ ഗ്ലാസ്സിലാണ് നമ്മുടെ അളവ്. അതായത് അരി നമ്മുടെ ഇതുപോലെയുള്ള ഗ്ലാസ്സിൽ 6 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6ന്റെ ഇരട്ടിയായിട്ടുള്ള 12 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത്. ഓൾറെഡി നമ്മുടെ ചിക്കനിൽ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമുണ്ട്, തിളച്ചിട്ടുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 11 ഗ്ലാസ് വെള്ളമാണ് നമുക്കിനി ഒഴിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ 11 ഗ്ലാസ് വെള്ളം നമ്മളിതിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ പോവാണ്. അപ്പം നമ്മൾ 11 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ആ വെള്ളത്തിനനുസരിച്ചുള്ള ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ്റെ ആ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ അരി വാർത്ത് വെച്ചിട്ടുള്ള അരി നമ്മൾ ഇനി ഇടാൻ പോവാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു 15 മിനിറ്റ് നമുക്കത് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ 15 മിനിറ്റ് ഇരുന്നിട്ട് നമ്മുടെ അരി മുഴുവൻ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ ഇനിയും ഒരു 15 മിനിറ്റ് ഇത് കംപ്ലീറ്റ് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ച് വേണം വെക്കണമെങ്കിൽ. ആ നേരത്ത് തീ ഓഫ് ആക്കിയിരിക്കണം. അങ്ങനെ നമുക്കൊരു 15 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 25 മിനിറ്റോളം ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ തുറന്നതിന് ശേഷം നമ്മുടെ റൈസ് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടോക്ക്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുഴഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ടുള്ള നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, കറക്റ്റ് ഉപ്പും കാര്യങ്ങളാണ്, വേവും കറക്റ്റാണ്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇനി എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. ലോക്ക്ഡൗൺ ആയ കാരണമാണ് നമ്മുടെ ഫുഡിന്റെ വീഡിയോസ് ഒക്കെ വന്നിരുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മുടെ ഫുഡിന്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ തീർന്ന് നമുക്ക് യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ടുള്ള നല്ല നല്ല നമ്മുടെ കാഴ്ചകൾ നമുക്ക് വീണ്ടും തുടരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ അടുത്തൊരു പുതിയ സ്ഥലമോ അല്ലെങ്കിൽ അടുത്തൊരു പുതിയ ഫുഡിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരയ്ക്കും ബൈ.